രാത്രി ഏട്ടൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ നല്ല നെത്തോലി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ നെത്തോലിയായിരുന്നു, പക്ഷേ രാത്രി ആയതുകൊണ്ട് അവർ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനത് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അമ്മാമ്മയുടെ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയ ഉള്ളി എപ്പോൾ മേടിച്ചാലും അമ്മാമ്മ കേട്ടോ ഇതുപോലെ ക്ലീൻ ചെയ്ത് ബോക്സിലാക്കി തരും കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം തരും. ഞാൻ അമ്മാമ്മയെ ടേബിളിൽ അടിക്കുന്നത് അറിയാം, അമ്മാമ്മയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ല. നമുക്കിത് നെത്തോലി പീര വെക്കാം ഗൈസ്. അപ്പോൾ ഞാൻ പുളിഞ്ചി കേട്ടാണ് കേട്ടോ നമ്മുടെ നെത്തോലി പീര വെക്കുന്നത്. പുളിഞ്ചി കേട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫ്ലാറ്റിൽ 2 മരം ഉണ്ട് കേട്ടോ പുളിഞ്ചിയുടെ. അപ്പോൾ അവിടേക്ക് ഇടയ്ക്ക് പോയി എടുത്തിട്ട് വരും കേട്ടോ. ഇതുപോലെ മീനിൽ ഇങ്ങനെ പുളിഞ്ചിക്ക് വേണമെന്നുള്ള സമയത്ത് നമ്മൾ അപ്പോൾ പോയി എടുത്തിട്ട് വരുവാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കപ്പയും കൂടെ വെക്കാമെന്ന് കരുതി. അപ്പോൾ കപ്പ വെക്കാനായിട്ട് ഞാൻ വെള്ളം ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ വെള്ളം തിളച്ചപ്പോൾ കപ്പ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ അമ്മാമ്മ ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എടുത്ത് കുറച്ച് ബോക്സിലാക്കി അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. പെട്ടെന്ന് കടുക് തളിക്കാനൊക്കെ ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ കല്ലിൽ ചതച്ചാട്ടോ ഇടുന്നത്. അരയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. ചതച്ചിട്ട് നമുക്ക് ഈ നെത്തോലിയിലായിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ ഇരുമ്പിൻ പുളി കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങയും കുറച്ചൊന്ന് ചതച്ചിടുവാണ്. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം നമ്മുടെ കുടംപുളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കൈവച്ച് നല്ലപോലെ. ആ സമയം കൊണ്ട് നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പും കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കപ്പയും ആയിട്ടുണ്ട്. അപ്പോൾ നെത്തോലി പീര ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് ടോപ്പിൽ കുറച്ച് ഗരം മസാല ഇട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെത്തോലി പീര റെഡിയായി വരും. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും ഞാൻ ആ സമയത്ത് കൊണ്ട് വാഷ് ചെയ്തെടുക്കുവാണ്. പിന്നെ ഇങ്ങനെ കൂട്ടിയിട്ടുന്ന പിന്നെ വാഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഇതുപോലെ വാഷ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഇരുമ്പിൻ പുളി വെച്ചൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇടുവാണ്. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് അതിൻ്റെ മേളിലേക്ക് കായപ്പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന്. പിന്നെ നമ്മൾ ഞാൻ ചെറുതായിട്ട് ഈ പുളിഞ്ചിക്ക് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് ഫുള്ള് മിക്സ് ആയിട്ട് അതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. നമുക്ക് ആ കറിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിക്കാം. അപ്പോൾ അതിൽ കിടന്ന് ഇത് തിളച്ചൊന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പുളിഞ്ചിക്ക് കറി ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ നെത്തോലി പീരയിൽ കടുകും കൂടെ താളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടുക് താളിച്ച് അതിൻ്റെ മേലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. നമ്മുടെ ഇരുമ്പിൻ പുളിയുടെ കറി നല്ല ടേസ്റ്റ് ആട്ടോ. ചോറ് കഴിക്കുക അത് മാത്രം മതി കേട്ടോ. പിന്നെ മീൻ കറി, ഇന്നലത്തെ അയല മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കപ്പയുണ്ട്, നമ്മുടെ കറിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. പിന്നെ നല്ല നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ അച്ചാറും വെച്ച് നമ്മുടെ കപ്പയും നെത്തോലി പീര നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ പുളിഞ്ചിക്ക കറിയും പിന്നെ കുറച്ച് മീൻ കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കോമ്പിനേഷൻ വേറെ ലെവലാട്ടോ. ആ നെത്തോലി പീരയും ആ ഇരുമ്പിൻ പുളിയുടെ കറിയും കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഈ കറി ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ഗൈസ്.